തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകം തന്നെയല്ലേ. എന്തുകൊണ്ടാണ് നമ്മളെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് ഇടങ്ങേറാക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ആയിട്ട് ഒരു കുടുംബം മൊത്തമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. മുമ്പോട്ട് ജീവിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തയിൽ കണ്ടത്. ഒരു കുടുംബം മൊത്തത്തിൽ, ഒരു ചെറിയ കുട്ടിയുണ്ട്, രണ്ടും ചെറിയ കുട്ടികൾ തന്നെയാണ്. പിന്നെ ഭാര്യക്കാണെങ്കിൽ കണ്ണും കാണൂല. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകം തന്നെയല്ലേ. 3 വയസ്സുള്ള ഒരു കുട്ടീനെ പീഡിപ്പിക്കുക, സ്വന്തം കുടുംബത്തിനെ തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക. എന്തുകൊണ്ടാണ് നമ്മളെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്തൊക്കെ ചെയ്താലും ജീവിക്കുക എന്നുള്ളൊരു ബോധം ഉണ്ട്. ആ 3 വയസ്സുള്ള കുട്ടിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ടേനി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടതിന് ശേഷം ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഗേൾസ് ആയെങ്കിൽ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് നേരിട്ടുന്ന ഒരു പ്രശ്നമാണ് ആൾക്കാരുള്ള നോട്ടും തൊടലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം പറയാനുണ്ടാവും. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, അവൾക്ക് 3.5 വയസ്സാണ്. അപ്പോൾ ഓളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ തന്നെ ഞാൻ ഇതുവരെ വേറൊരു വണ്ടിയിലേക്ക് ഓളെ ആക്കിയിട്ടില്ല. കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. കാരണം പേടിയാണ്. നമുക്ക് നടന്ന പോലെ നമ്മളെ മൂക്കുണ്ടാവുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അന്നും പറഞ്ഞിട്ട് എല്ലാ വണ്ടിക്കാരും എല്ലാ ഡ്രൈവേഴ്സും അങ്ങനെയാണെന്നല്ല അതിൻ്റെ അർത്ഥം. കാമുകന് വേണ്ടി സ്വന്തം പാർട്ട്ണറെ കൊല്ലുക, കാമുകന് വേണ്ടിയിട്ട് മക്കളെ കൊല്ലുക. തമിഴ്നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ കേരളത്തിൽ എന്താ അങ്ങനെ നടക്കാത്ത? അപ്പോൾ ശരിക്കും ഗവൺമെൻറ്റൊക്കെ നമുക്ക് ഇന്ന ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തരേണ്ടതുണ്ട്, നമുക്ക് ഇന്ന കിട്ടേണ്ടതുണ്ടല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോവുക. എന്തുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ അതൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ഗവൺമെൻറ് നമുക്ക് തരാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു തരാഞ്ഞിട്ടാണ്. മറ്റേ ആ സിനിമയിൽ പറഞ്ഞ പോലെ ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്.